ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താൽ എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണത്. സോ ഈ ഒരു വീഡിയോയിൽ എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ മറുപടിയും, അതുപോലെ തന്നെ എക്സാം മലയാളത്തിൽ എഴുതിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഗുണത്തിനേക്കാൾ കൂടുതൽ ഗുണമെന്ന് പറയാൻ ഒന്നുമില്ല, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. യൂഷ്വലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കേസിൽ, അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് മെജോറിറ്റി ചോദിക്കാറ് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. ബട്ട് ഇപ്രാവശ്യം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ MA മാത്രമല്ല MCOമിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്ന് പോലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കാരണം നമുക്ക് സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ MCOമിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ BCom ഓർ BBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ തന്നെ ആയിരിക്കണം MCOമിന് അഡ്മിഷൻ എടുക്കാൻ എലിജിബിൾ ആവാം. ബട്ട് ഇപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിലൊന്നും അങ്ങനെയല്ല. ഏത് ഡിഗ്രി പഠിച്ചൊരു കുട്ടിക്കും MCOമിന് ജോയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവണ്ടോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BA മലയാളം പഠിച്ചൊരു കുട്ടിയാണെങ്കിലും, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടിയാണെങ്കിലും, BA ഹിസ്റ്ററി കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിലും MCOമിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ മേ ബി BA മലയാളം പഠിച്ചൊരു കുട്ടിക്ക് MCOം ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മേ ബി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ PG ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഡിഗ്രി സ്റ്റുഡൻസിന് BA ഹിസ്റ്ററി, അതുപോലെ തന്നെ അല്ലേ BA മലയാളം ഉണ്ട്, അതല്ലാണ്ട് BA സോഷ്യോളജി, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, പേരിനൊരു ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. ഈ പറയുന്ന കോഴ്സസിനൊക്കെ, ഡിഗ്രി കോഴ്സസിനൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില പേപ്പേഴ്സിൻ്റെ മുകളിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാൻ സാധിക്കും. അത് എസ്പെഷ്യലി ഈ BA ഹിസ്റ്ററി, സോഷ്യോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സ്, ഈ കോഴ്സസിനൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇനി വശങ്ങളുടെ ഏരിയസിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ മാത്രമാണ്. സ്റ്റഡി മെറ്റീരിയൽ ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നിങ്ങൾ ഇത് എക്സാമിന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ടെക്നിക്കലായിട്ടുള്ള ഏരിയാസ്, BCom BBAയുടെ പറയണ്ട. BCom BBA ആവട്ടെ, അല്ലെങ്കിൽ BA ഹിസ്റ്ററി മറ്റു കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും അവിടെയും മെജോറിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറയണ എന്താണ്, ടേമുകളുണ്ടാവും. BA എക്കണോമിക്സ് ആവട്ടെ, അതല്ലെങ്കിൽ BCom BBAയുടെ കേസിലൊക്കെ നമുക്ക് എല്ലാതും സബ്ജക്റ്റുകൾ, ടെക്നിക്കൽ ടേംസ് ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് മലയാളത്തിൽ എഴുതാന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആവട്ടെ, ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഇത് തിയറി പേപ്പേഴ്സ് ഉണ്ട്, ലോ പേപ്പർ, ബിസിനസ് ലോ, കമ്പനി ലോ, ഇതൊക്കെ മലയാളത്തിൽ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, ടേമുകൾ. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് മലയാളത്തിൽ ഇത് എഴുതാന്ന് പറയണത്. നമ്പർ 1 അങ്ങനത്തെ ഒരു പ്രശ്നം. നമ്പർ 2, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്ക് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലുള്ളത് പഠിച്ചിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയാണോ?
അപ്പോൾ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അങ്ങനെ എഴുതാൻ സാധിക്കുമെങ്കിലും ആ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അത് ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് പഠിക്കുന്ന കേസിൽ നൽകുക. പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസിലും ഇരട്ടി പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. BCom BBA സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഇത് വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ ഇത് മലയാളത്തിലൊന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരെ വലിയ, നിങ്ങൾക്കിത് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയുണ്ട്. ഏതൊരു എക്സാമിനും മാർക്ക് കിട്ടണമെങ്കിൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അല്ലേ ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവണ്ടേ? അപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ, അതാണ് മൂന്നാമത് പറയാനുള്ള ഒരു കാര്യം, എഴുതുന്നുണ്ടെങ്കിൽ പ്യുവർ മലയാളത്തിൽ എഴുതണം മൊത്തം. മംഗ്ലീഷ് ഇവിടെ പറ്റില്ല. നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ ഓൺ വേർഡ്സിൽ, എല്ലാവരും അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സാധാരണ പറയുന്ന ഓൺ വേർഡ്സ് മലയാളവും പിന്നെ കുറേ മംഗ്ലീഷ് അങ്ങനെ മിക്സ് ചെയ്ത് എഴുതുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇത് രണ്ടിൻ്റെയും മിക്സ് പരിപാടി ഇല്ല. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള മാർക്ക് കുറയുള്ളൂ. സോ ഇവിടെ ടെക്നിക്കൽ ടേംസ് ഒരുപാട് എല്ലാ പേപ്പറിലും ഉള്ളതാണ്, മനസ്സിലാവുണ്ടോ? BA ഇംഗ്ലീഷ് മലയാളം അല്ലാണ്ട് ബാക്കി എല്ലാ കോഴ്സസിൻ്റെ കേസിലോട്ട് പോണ സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ BCom BBA കോഴ്സസിലൊക്കെ ടെക്നിക്കൽ ടേംസുകൾ മാത്രമാണ് ഒരുപാടുണ്ടാവുക. അപ്പോൾ അതിനെ മലയാളത്തിലോട്ട് മാറ്റി ബാക്കിയുള്ളതും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് പഠിക്കാനുള്ള മലയാളം ബുക്കും ഉണ്ടാവില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് അതിനെ മലയാളത്തിലോട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ഇപ്പം നിങ്ങൾക്ക് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണ്ടേ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ദോഷവശങ്ങളാണ്, നടക്കുന്ന കാര്യമല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്തായാലും അത് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ച് ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിൽ വല്ലതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവണ്ടേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട്? ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ മാതൃഭാഷയെ മാറ്റി വെക്കുന്നതല്ല. നമുക്ക് പഠിക്കാനുള്ള ഈ കോഴ്സ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച് ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുക. മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ബട്ട് തരുന്ന ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ ഒന്ന് പഠിച്ച് അതിനെ മലയാളത്തിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായുള്ളൊരു കാര്യമാണ്. ദെൻ നേരത്തെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ മനസ്സിലാക്കി ഇംഗ്ലീഷ് വായിച്ച് മലയാളത്തിൽ മനസ്സിലാക്കി എഴുതുക എന്ന് പറയണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മലയാളത്തിൽ മാത്രം എഴുതണം, യഥാർത്ഥ മലയാളം. അതല്ലാണ്ട് മംഗ്ലീഷിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉള്ള മാർക്ക് പോവുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു കാര്യം നൽകുന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എല്ലാത്തിൻ്റെയും മുകളിൽ തന്നെ കാണാം ഓൺലി ഇൻ ഇംഗ്ലീഷ് എന്ന്. അപ്പോൾ മാസ്റ്റർ പ്രോഗ്രാമിലുള്ള കുട്ടികൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. മാർക്ക് ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഒറ്റ വരിയിൽ എഴുതാൻ പറ്റുന്ന ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മലയാളത്തിലാവുമ്പോൾ അതൊരു 3 വരിയായിട്ട് കൂടും. അങ്ങനെയാണ് ഇരട്ടി സമയവും പോവുക. അപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങളാ. വാല്യൂ ചെയ്യുന്ന ആൾക്കും ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് വാല്യുവേഷൻ്റെ കേസ് എന്ന് പറയുന്നത്. ഉള്ള മാർക്ക് കുറയുള്ളൂ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചില പേപ്പറുകൾ കുട്ടികൾ മലയാളത്തിലല്ല, പ്യുവർ മലയാളമല്ല, മിക്സാ ഉള്ള മാർക്ക് കുറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? സാധിക്കും. ബട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുളം തോണ്ടുന്ന ഒരു പരിപാടിയിലോട്ടാണ് പോവുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. 31 ജൂലൈയിൽ നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ്. 2 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷനൊക്കെ എടുക്കുക. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ കോഴ്സസിൻ്റെ ഓൺലൈൻ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.